ഗുഡ് മോർണിംഗ്. അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ആദ്യം ഏത് ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചത്? മാത്സ് ആണല്ലോ നമ്മൾ തുടങ്ങിയത്. മാത്സിലെ ഏത് ചാപ്റ്ററാണ് നമ്മൾ ആദ്യമേ പഠിച്ചത്? കോണുകൾ ചേരുമ്പോൾ അഥവാ എന്ത് ആഡിങ് ആംഗിൾസ്. അപ്പോൾ ആ ഒരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. അതിനകത്തുള്ള എല്ലാ കണക്കുകളും ചെയ്ത് നോക്കിയല്ലോ. സംശയങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം? അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. മൂന്നാമത്തെ ചാപ്റ്ററാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്? അടുത്തതായി തുടങ്ങാൻ പോകുന്നത്. ചാപ്റ്ററിന്റെ പേരെന്താ? അൺചേഞ്ചിങ് റിലേഷൻസ് അഥവാ എന്താ മലയാളത്തിൽ മാറുന്ന സംഖ്യകളും മാറാത്ത ബന്ധങ്ങളും. എന്താ ചാപ്റ്ററിന്റെ പേര്? അൺചേഞ്ചിങ് റിലേഷൻ, മാറുന്ന സംഖ്യകളും മാറാത്ത ബന്ധങ്ങൾ. അപ്പൊ ആ ഒരു ചാപ്റ്ററിന്റെ പേരിൽ തന്നെയാണ് നമ്മൾ എന്തിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്? സംഖ്യകളെ പറ്റിയാണ്. അതായത് സംഖ്യകളുടെ ഗുണനം, ഹരണം, അവയുടെ തുക കണ്ടുപിടിക്കുക, അവയെ സബ്സ്ട്രാക്ട് ചെയ്യുക. അതായത് സങ്കലനം, വ്യവഹരണം, അങ്ങനെയുള്ള ഓപ്പറേഷൻ നമ്മൾ എന്തുപയോഗിച്ച് ചെയ്യാൻ പോവുക? നമ്മൾ ഈ ഒരു ഇതിനെയെല്ലാം നമ്മളൊരു ബന്ധങ്ങൾ, തമ്മിലുള്ള ബന്ധങ്ങൾ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പോവുക? അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പോവുക. അപ്പൊ എന്താ നമ്മൾ പഠിക്കാൻ പോകുന്നത്? സംഖ്യകളെ പറ്റി. അതായത് നമ്മളെ എണ്ണൽ സംഖ്യകളുണ്ടല്ലോ, ആ എണ്ണൽ സംഖ്യകൾ മാറുന്നതിനനുസരിച്ച് നമുക്ക് വ്യത്യസ്ത രീതിയിലേക്ക് അതിനെ എന്ത് ഉപയോഗിച്ച് ബന്ധപ്പെടാം? ചില ബന്ധങ്ങൾ നമുക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റും. ആ ബന്ധങ്ങളെ പറ്റിയാണ് നമ്മൾ എന്തിന് പഠിക്കാൻ പോകുന്നത്? ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ചാപ്റ്ററിന്റെ പേരെന്താണ്? അൺചേഞ്ചിങ് റിലേഷൻസ് അഥവാ മാറുന്ന സംഖ്യകളും മാറാത്ത ബന്ധങ്ങളും. അതായത് സംഖ്യകൾ മാറുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് മാറുന്നില്ല? അവ തമ്മിലുള്ള ബന്ധങ്ങൾ മാറുന്നില്ല. അപ്പൊ നമ്മളൊരു ബന്ധം അവിടെ കൊണ്ടുവരും, പക്ഷെ സംഖ്യകൾ മാറുന്നതനുസരിച്ച് ആ ബന്ധം എന്തായിരിക്കും? അവിടെ ഫിക്സഡ് ആയിരിക്കും. അപ്പൊ അതിനെ പറ്റിയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാമല്ലോ. അപ്പൊ എല്ലാവരും ഒന്ന് നോക്കിയേ. ടെക്സ്റ്റ് ഒക്കെ എല്ലാവരുടെ കയ്യിലും വേണം. ടെക്സ്റ്റ് എടുത്ത് അതിനകത്തുള്ള ആദ്യത്തെ പാട്ട് സ്വന്തമായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ നോക്കണം. ഞാൻ ഡയറക്റ്റ് ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്തുകൊണ്ട് എന്തിലേക്ക് പോകാൻ പോവാ? ചാപ്റ്ററിലേക്ക് പോകാൻ പോവാ. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് ഒരു പ്രോബ്ലം നോക്കാം. ഈ ഒരു പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ചാപ്റ്ററിൽ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നോക്കിയേ, ഞാൻ ഇവിടെ ഒരു സംഖ്യാ പാറ്റേൺ എഴുതിയപ്പോ ഇത് നോക്കിയാൽ മതി, ഇങ്ങോട്ട് വരണ്ട. ഇത് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ എന്താണെന്ന് പറഞ്ഞുതരാം. ഒരു സംഖ്യാ പാറ്റേൺ ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്, ബോർഡിൽ എഴുതിയിട്ടുണ്ട്. സംഖ്യാ പാറ്റേൺ എന്താ പറയുന്നത്? 1 + 2 = 3. 1 + 2 = 3. 2 + 5 = 2 + 3 = 5. 2 + 3 = 5. 3 + 4 = 7. 3 + 4 = 7. അപ്പൊ ഇവിടെ എന്താ ചെയ്തേക്കുന്നത്? ആദ്യം ഒന്നിനോടൊപ്പം 2 കൂട്ടി എന്ത് കിട്ടി? 3 കിട്ടി. പിന്നെ ഈ 2 ഇവിടേക്ക് വന്നു. 2 അടുത്ത തൊട്ടടുത്ത എണ്ണൽ സംഖ്യയായ 3 ആഡ് ചെയ്തു. എന്ത് കിട്ടി? 2 + 3 എന്തെന്ന് കിട്ടി? 5 കിട്ടി. പിന്നെ 3 ഇങ്ങോട്ട് എടുത്തിട്ട് 3 തൊട്ടടുത്ത എണ്ണൽ സംഖ്യയായ 4 കൂട്ടിയപ്പോ എന്ത് കിട്ടി? 7 കിട്ടി. ആണല്ലോ? അപ്പൊ നമ്മളിവിടെ എന്താ ചെയ്തേക്കുന്നത്? ഇവിടെ എന്താ ചെയ്തേക്കുന്നത് ക്ലിയർ ആണല്ലോ? 1 + 2 = 3. ആദ്യത്തെ 2 എണ്ണൽ സംഖ്യ. ഒന്നാണ് ആദ്യത്തെ എണ്ണൽ സംഖ്യ, 2 ആണ് അടുത്ത എണ്ണൽ സംഖ്യ. അപ്പൊ ആദ്യത്തെ 2 എണ്ണൽ സംഖ്യയുടെ കൂട്ടിയപ്പോൾ എന്ത് കിട്ടി? 3 എന്ന് ആൻസർ കിട്ടി. പിന്നെന്താ ചെയ്തേക്കുന്നത്? അടുത്ത 2 എണ്ണൽ സംഖ്യ. നമ്മളിപ്പോ എണ്ണൽ സംഖ്യ ലിസ്റ്റ് ചെയ്യാലോ. 1, 2, 3, 4, 5, 6, 7 ഇങ്ങനെയാണ് എണ്ണൽ സംഖ്യയുടെ പോകുന്നത്. ഇതിനകത്ത് ആദ്യത്തെ 2 എണ്ണൽ സംഖ്യയുടെ ഏതൊക്കെയാ? 1 ഉം 2. അത് രണ്ടും കൂടി കൂട്ടിയപ്പോ എനിക്ക് എന്തെന്ന് കിട്ടി? 3 കിട്ടി. പിന്നെ എന്താ ചെയ്തിരിക്കുന്നത്? അടുത്ത എണ്ണൽ സംഖ്യയായ 2, 3 കൂടെ അല്ലേ കൂട്ടിയേക്കുന്നത്. അപ്പൊ 2, 3 കൂടെ കൂട്ടിയപ്പോ എനിക്ക് എന്തെന്ന് കിട്ടി? 5 കിട്ടി. പിന്നെ എന്താ ചെയ്തിരിക്കുന്നത്? അടുത്ത 2 എണ്ണൽ സംഖ്യയായ 3, 4 കൂടെ കൂട്ടിയപ്പോ എന്ത് കിട്ടി? 7 കിട്ടി. അപ്പൊ ഈ ഒരു സംഖ്യാശ്രേണി ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കും. ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. ഇങ്ങോട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം? തുടർന്ന് എഴുതാലോ. അപ്പൊ ടെക്സ്റ്റിനകത്ത് ആദ്യത്തെ 3 തന്നിട്ടുള്ളൂ. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? തൊട്ടടുത്ത സ്റ്റെപ്പുകൾ നമുക്ക് സ്വന്തമായിട്ട് എഴുതാവുന്നുള്ളൂ. അടുത്ത സ്റ്റെപ്പിൽ എന്തൊക്കെയായിരിക്കും വരുന്നത്? ഇവിടെ 3, 4 വരെയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അടുത്ത ഏതൊക്കെയാ പോകേണ്ടത്? 4, 5 ആണല്ലോ. അപ്പൊ ഇനി നമ്മൾ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം? 4 + 5 എന്തെന്ന് എഴുതാം? 9 എന്ന് എഴുതിക്കൂടെ? അങ്ങനെ നമുക്ക് ഈ സംഖ്യാശ്രേണിയിലെ അടുത്ത സ്റ്റെപ്പ് നമുക്ക് സ്വന്തമായിട്ട് എഴുതി പോയിക്കൂടെ? നമുക്ക് ഇതിനെയെല്ലാം നമുക്ക് എന്ത് ഉപയോഗിച്ച് എഴുതണം? ഒരു പൊതു തത്വം ഉപയോഗിച്ച് ഈ ഒരു സംഖ്യാശ്രേണിയെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം? എഴുതാൻ കഴിയണം. ആ പൊതു തത്വം എങ്ങനെ കണ്ടുപിടിക്കാം എന്നതിനെ പറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടി ഞാൻ ഈ എഴുതിയേക്കുന്നത് ശ്രദ്ധിച്ചേ. 1 + 2 = 3 എന്നുള്ളതിനെ, 1 + 2 = 3 എന്നുള്ളതിനെ ഞാൻ ഇവിടെ എങ്ങനെ എഴുതിയേക്കുക? ആദ്യമേ 2നെ 1 കൊണ്ട് ഗുണിച്ചു, അതിനോടൊപ്പം എന്ത് കൂട്ടി? 1 കൂട്ടി.
ആണല്ലോ. എന്താ ചെയ്തേക്കുന്നത്? രണ്ടിനെ ഒന്നുകൊണ്ട് ഗുണിച്ച്, ഏതൊരു സംഖ്യയും ഒന്നുകൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ആ സംഖ്യ തന്നെയല്ലേ കിട്ടുന്നത്. അപ്പൊ 2 × 1 എന്ന് വെച്ചാൽ എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. അതിനോടൊപ്പം 1 കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? 3 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ ഒരു ഇതിനെയാണ് ഞാൻ ഇങ്ങനെ വേറൊരു രീതിയിൽ എഴുതിയിരിക്കുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കി. 2 + 3 സമം എന്ന് എഴുതിയിട്ടുണ്ട്, 5 എന്ന് എഴുതിയിട്ടുണ്ട്. ആണല്ലോ. 2 + 3 സമം 5 എന്ന് എഴുതി. അതിനെ ഞാൻ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു, എങ്ങനെ റീറൈറ്റ് ചെയ്തു? 2 × 2 + 1 എന്ന് എഴുതിയില്ലേ? മനസ്സിലാവുന്നുണ്ടോ? 2 × 2 + 1 എന്ന് എഴുതി. അതായത് 2 × 2 എന്ത് വരും? 4 വരും. 4നോട് 1 കൂട്ടുമ്പോൾ എന്ത് തന്നെ വരും? 5 തന്നെ. ഇവിടെയും 5 തന്നെ, ഇവിടെയും 5 തന്നെ. അപ്പൊ ഈ ഒരു സാധനത്തിന്, ഈ ഒരു ഇതിനെ ഈ രീതിക്ക് എഴുതുന്നത് തെറ്റില്ലല്ലോ. അപ്പൊ രണ്ടിന്റെ ആൻസർ സെയിം തന്നെ. അപ്പൊ ഇതിനെ തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ ഒരു രീതിയിലും എഴുതാം. ഓക്കെ ആണല്ലോ. അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പ് നോക്കി. എന്താ എഴുതിയിരിക്കുന്നത്? 3 + 4 = 7 എന്നാണ് എഴുതിയിരിക്കുന്നത്. ആണല്ലോ. 3 + 4 = 7 എങ്ങനെ റിലേറ്റ് ചെയ്തേക്കുന്നത്? 2 × 3 + 1, അതായത് 2 × 3 + 1 എന്തെന്ന് എഴുതി? 7 എന്ന് എഴുതി. അപ്പോ ഈ 3 സംഖ്യ, ഈ 3 സ്റ്റെപ്പുകളെ ഞാൻ വേറൊരു രീതിയിലേക്ക് ഇവിടെ എന്ത് ചെയ്തേക്കുക? മാറ്റി എഴുതിയേക്കുക. ആണല്ലോ. ഇവിടെ നമുക്ക് അഡിഷൻ മാത്രമേ ഉള്ളൂ, പ്ലസ് മാത്രമേ ഉള്ളൂ. സംഖ്യകൾ കൂട്ടാൻ മാത്രമേ നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ നമ്മൾ അതിന്റെ ജനറൽ ഇതിലേക്ക് മാറ്റാൻ വേണ്ടി അവിടെ എന്തൊരു ഓപ്പറേഷൻ കൂടി കൊണ്ടുവന്നു? മൾട്ടിപ്ലിക്കേഷൻ അഥവാ ഗുണനം എന്നൊരു കൺസെപ്റ്റ് കൂടി നമ്മൾ അവിടെ കൊണ്ടുവന്നു. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത് രണ്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ആദ്യമേ ഈ എഴുതിയേക്കുന്നത് നോക്കുക. അതിന് തുല്യമായ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഇപ്പുറത്തെ സൈഡിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ അത് രണ്ടൊന്ന് നോക്കി മനസ്സിലാക്കുക. അതിൽ ക്ലിയർ ആണല്ലോ, സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഇതിനെ നമുക്കൊരു പൊതു തത്വത്തിലേക്ക് മാറ്റണം. ആ പൊതു തത്വം എന്താണെന്ന് ഞാൻ ബോർഡിൽ എഴുതിയിട്ടാണ് വായിച്ചു നോക്കുക നിങ്ങൾ. എന്നിട്ട് തുടർന്ന് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഈ ഒരു ഫസ്റ്റ് കണക്ക് മനസ്സിലാവും. നമുക്കിനി ഈ ഒരു ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ മാത്രമേ ഞാനിപ്പോ പറയുന്നുള്ളൂ, പ്രോബ്ലങ്ങളിലേക്ക് എത്തില്ല. നമുക്കിനി കുറെ സംഖ്യാപാഠം തന്നേക്കും. നമ്മൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യേണ്ടി വരും? ഈ ഒരു ജനറൽ റിസൾട്ട്, അതായത് അതിന്റെ ഒരു ജനറൽ ഫോം നമ്മൾ സ്വന്തമായിട്ട് എഴുതേണ്ടി വരും. അപ്പൊ അത് എങ്ങനെ എഴുതാം എന്നതിന് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഞാൻ ഈ തരുന്നത്. അപ്പൊ ഇത്രയും ഭാഗം നല്ല രീതിക്ക് എന്ത് ചെയ്യുക? വായിച്ച് മനസ്സിലാക്കുക. ഞാൻ ഇതിന്റെ ഒരു ജനറൽ റിസൾട്ട് ഞാൻ ഇവിടെ എഴുതിയിടാം, അത് വായിച്ചു നോക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്ത ആ ഒരു സംഖ്യാ പാറ്റേണിന്റെ ഒരു ജനറൽ റിസൾട്ട് ആണ് ഞാൻ ഇവിടെ എഴുതിയിട്ടേക്കുന്നത്. അപ്പൊ ഒന്ന് വായിച്ചു നോക്കി. ആദ്യം ഇംഗ്ലീഷിലുള്ള എഴുതിയിട്ടുണ്ട്. എന്താ പറയുന്നത്? ഇഫ് വി ടേക്ക് എനി നാച്ചുറൽ നമ്പർ ആൻഡ് ആഡ് ദി നെക്സ്റ്റ് നാച്ചുറൽ നമ്പർ. അത് ഒന്നാമത് പറയുന്നത് എന്താ കാര്യം? നമ്മൾ ഏതെങ്കിലും ഒരു നാച്ചുറൽ നമ്പർ എടുത്തു, അതിനോടൊപ്പം എന്ത് കൂട്ടാൻ പോവുക? അതിന്റെ തൊട്ടടുത്ത നാച്ചുറൽ നമ്പർ കൂട്ടാൻ പോവുക. അതും പിന്നെ ഇഫ് വി ഡബിൾ ദി ഫസ്റ്റ് നാച്ചുറൽ നമ്പർ ആൻഡ് ആഡ് 1 we get the same number as the result. അതാണ് നമ്മൾ ആ ഒരു ജനറൽ റിസൾട്ട് പറയുന്നത്. അതായത് ഞാനിപ്പോ ഒരു മലയാളം കൂടി പറഞ്ഞ ശേഷം നമുക്ക് ഒരുമിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഏതെങ്കിലും ഒരു എണ്ണൽ സംഖ്യ എടുത്ത് അതിനടുത്ത എണ്ണൽ സംഖ്യ കൂട്ടിയാലും ആദ്യത്തെ സംഖ്യയുടെ 2 മടങ്ങിനോട് 1 കൂട്ടിയാലും ഒരേ സംഖ്യ തന്നെ ആയിരിക്കും കിട്ടുന്നത്. ഒന്ന് വായിച്ചു നോക്കി മനസ്സിലാക്കി. അതായത് ഓരോ വീടും ഈ ഒരു കോമ വരെ ഇതിനകത്ത് ഇമ്പോർട്ടന്റ്. ആ കോമ പോലും എന്തുണ്ട്? ഇമ്പോർട്ടന്റ്. ആ കോമയാണ് ഇതിനെ രണ്ടായിട്ട് വേർതിരിക്കുന്നത്. അപ്പൊ അതിന് പോലും ഇമ്പോർട്ടൻസ് കൊടുത്ത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഈ ഒരു സാധനം വായിച്ച് മനസ്സിലാക്കുക. അപ്പൊ ഒന്ന് വായിച്ച് മനസ്സിലാക്കി. അപ്പൊ എന്താ പറയുന്നത്? ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു എണ്ണൽ സംഖ്യ ഞാൻ എടുത്തു. എന്തെടുത്തു? 1 എന്ന എണ്ണൽ സംഖ്യ ഞാൻ എടുത്തു. 1നോടൊപ്പം തൊട്ടടുത്ത എണ്ണൽ സംഖ്യ, തൊട്ടടുത്ത നാച്ചുറൽ നമ്പർ കൂട്ടണം. 1 കഴിഞ്ഞാൽ തൊട്ടടുത്ത നാച്ചുറൽ നമ്പർ ഏതാ? 2 ആണല്ലോ. അത് കൂട്ടുന്നതും ഇവിടെ വരെ ആയിട്ടുള്ളൂ. എന്താണ് പറയുന്നത്? ഇഫ് വി ടേക്ക് എനി നാച്ചുറൽ നമ്പർ ആൻഡ് ആഡ് ദി നെക്സ്റ്റ് നാച്ചുറൽ നമ്പർ. ഞാൻ ആദ്യത്തെ നാച്ചുറൽ നമ്പർ എടുത്തു, അതിനോടൊപ്പം എന്ത് കൂട്ടി? അതിന്റെ തൊട്ടടുത്ത നാച്ചുറൽ നമ്പർ കൂട്ടി. അത് എന്തിന് തുല്യമാണെന്നാ പറയുന്നത്? എന്തിന് തുല്യമാണെന്നാ പറയുന്നത്? ഇഫ് വി ഡബിൾ ദി ഫസ്റ്റ് നാച്ചുറൽ നമ്പർ. നമ്മൾ എടുത്ത ആദ്യത്തെ നാച്ചുറൽ നമ്പർ ഏതായിരുന്നു? 1 ആയിരുന്നു. അതിനെ ഡബിൾ ചെയ്യുക. അതിനെ ഡബിൾ ചെയ്യുക എന്ന് വെച്ചാൽ എന്ത് ചെയ്യുക? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണല്ലോ. 2 × 1 എന്ന് എഴുതാം ആണല്ലോ. ആ നാച്ചുറൽ നമ്പറിനെ ഡബിൾ ചെയ്യുന്നതും അതിനോടൊപ്പം 1 കൂട്ടുന്നതും തുല്യമായിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ആദ്യമേ ഒരു സംഖ്യ എടുത്തു, അതിനോടൊപ്പം തൊട്ടടുത്ത സംഖ്യ കൂട്ടി,
ആ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ത് തന്നെ ആയിരിക്കും? നമ്മൾ ആദ്യം എടുത്ത സംഖ്യയുടെ 2 മടങ്ങിനോടൊപ്പം എന്ത് കൂട്ടുന്നതായിരിക്കും? 1 കൂട്ടുന്നതിന് തുല്യമായിരിക്കും. അപ്പൊ വേറൊരു എക്സാമ്പിൾ നോക്കാം. ഞാൻ ആദ്യത്തെ സംഖ്യ എന്താ എടുത്തേക്കുന്നത്? 5 എടുത്തേക്കുന്നത്. അപ്പൊ 5നോടൊപ്പം എനിക്ക് എന്ത് കൂട്ടണം? തൊട്ടടുത്ത സംഖ്യയായ 6 കൂട്ടണം. എത്ര കിട്ടും? 11 എന്ന് കിട്ടത്തില്ലേ? അതായത് 5 എന്നൊരു സംഖ്യ ഞാൻ എടുത്തു. 5നോടൊപ്പം എന്ത് കൂട്ടി? തൊട്ടടുത്ത എണ്ണൽ സംഖ്യയായ 6 കൂട്ടി. എനിക്ക് എന്ത് കിട്ടി? 11 എന്ന് കിട്ടി. അപ്പൊ നമ്മുടെ ആദ്യത്തെ പാർട്ട് അനുസരിച്ച് 11 കിട്ടി. പിന്നെ നമ്മൾ രണ്ടാമത് എന്ത് ചെയ്യാനാ പറയുന്നത്? ആദ്യത്തെ എണ്ണൽ സംഖ്യയുടെ ഇരട്ടി എടുക്കുക, ഡബിൾ എടുക്കുക. അപ്പൊ എന്ത് ചെയ്യുക? 5നെ എന്തുകൊണ്ട് ഗുണിക്കുക? 2 കൊണ്ട് ഗുണിക്കുക. അതിനോടൊപ്പം എന്ത് കൂട്ടുക? 1 കൂട്ടുക. അപ്പോഴെനിക്ക് എന്തെന്നാ കിട്ടുന്നത്? 5 ഗുണം 2 5 into 2 എന്ത് കിട്ടും? 10 കിട്ടും. 10 plus 1 എന്ത് കിട്ടും? 11 കിട്ടും. അപ്പൊ 2 ആൻസറും കറക്റ്റ് ആണല്ലോ. അപ്പൊ നമ്മൾ ആദ്യമേ ചെയ്ത ആ ഒരു സംഖ്യാ പാഠത്തിന്റെ പൊതു തത്വമാണ് ഞാൻ ഈ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇത് നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കുക. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെ ഏത് സംഖ്യകൾ കൊടുത്താലും നമുക്ക് ആൻസർ കിട്ടത്തക്ക രീതിക്ക് ഒരു ജനറൽ രീതിയിലേക്ക് മാറണം. അതായത് എക്സ് വൈ തുടങ്ങി വേരിയബിൾ നമ്മൾ ഉപയോഗിക്കാൻ പഠിച്ചിട്ടുണ്ടല്ലോ. നമുക്ക് അറിയാത്ത സാധനങ്ങളെ എന്തുപയോഗിച്ച് നൊട്ടേറ്റ് ചെയ്യാം? എക്സ് വൈ എ സ്മാൾ ബി അങ്ങനെയുള്ള വേരിയബിൾസ് ഉപയോഗിച്ച്, അതായത് ചരങ്ങൾ ഉപയോഗിച്ച് നമ്മൾ എഴുതാൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഞാൻ ആദ്യം എടുക്കുന്ന എണ്ണൽ സംഖ്യ എക്സ് എന്നിരിക്കുന്നത് ഇതെന്നിരിക്കട്ടെ. ആദ്യമേ നമുക്കൊരു എണ്ണൽ സംഖ്യ എടുക്കാൻ പറഞ്ഞിട്ടില്ലേ? ആദ്യം ഒരു എണ്ണൽ സംഖ്യ എടുക്കുക. ആ എണ്ണൽ സംഖ്യ എന്തെടുത്തു? എക്സ് എന്നെടുത്തു. അതിനോടൊപ്പം തൊട്ടടുത്ത എണ്ണൽ സംഖ്യ കൂട്ടാനല്ലേ പറയുന്നത്? എക്സ് ആദ്യത്തെ എണ്ണൽ സംഖ്യ ആണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത എണ്ണൽ സംഖ്യ എങ്ങനെ കിട്ടും? 5 എന്നുള്ളതാണ് നമ്മൾ ആദ്യത്തെ എണ്ണൽ സംഖ്യ. അടുത്ത എണ്ണൽ സംഖ്യ 6 എങ്ങനെ കിട്ടും? 5ന്റെ കൂടെ 1 കൂട്ടുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ എടുത്തേക്കുന്ന ആദ്യത്തെ എണ്ണൽ സംഖ്യ എക്സ് അല്ലേ? അപ്പൊ എക്സിന്റെ കൂടെ എന്ത് കൂട്ടുക? 1 കൂട്ടുക. എക്സ് അധികം എക്സ് പ്ലസ് 1 എന്ന് പറയുന്നത് എന്തിനു തുല്യമായിരിക്കും? ആദ്യത്തെ എണ്ണൽ സംഖ്യയുടെ ഡബിൾ, അതായത് 2 times എക്സ്. അതിനോടൊപ്പം എന്ത് കൂട്ടുന്നതിന് തുല്യമായിരിക്കും? 1 കൂട്ടുന്നതിന് തുല്യമായിരിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ ജനറൽ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊന്ന് വായിച്ചു നോക്കുക. അപ്പൊ നമുക്ക് ഇത് ഇനി കറക്റ്റ് ആണോ നോക്കാം. നമുക്ക് വേറൊരു സംഖ്യ കൊടുത്തു നോക്കാം. എനിക്ക് എക്സിന് പകരം ഞാൻ എന്ത് കൊടുക്കാൻ പോവാ? 10 കൊടുക്കാൻ പോവാ. എക്സിന് പകരം എന്ത് കൊടുക്കാൻ പോവാ? 10 എന്ന് കൊടുക്കാൻ പോവാ. അപ്പൊ എക്സ് 10 ആണെന്നുണ്ടെങ്കിൽ എക്സ് പ്ലസ് 1 എന്തായിട്ട് മാറും? എക്സിന്റെ വില 10 ആണെന്നുണ്ടെങ്കിൽ എക്സിനോടൊപ്പം 1 കൂട്ടുമ്പോ എന്തായിട്ട് മാറും? 10 1 എന്തായിട്ട് മാറും? 11 ആയിട്ട് മാറുമല്ലോ. അപ്പൊ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് അഥവാ LHS എന്ത് കിട്ടും? LHS എന്താ കിട്ടുന്നത്? 10 അധികം 11 സമം 21 എന്ന് കിട്ടത്തില്ലേ? 21 എന്ന് കിട്ടും. ഇനി നമുക്ക് ആർച്ചസ് ചെയ്ത് നോക്കാം. ആർച്ചസ് എന്താ പറഞ്ഞിരിക്കുന്നത്? 2 times x plus 1 എന്നല്ലേ? അപ്പൊ എക്സിന്റെ വില ഞാൻ എന്തെന്നാ എടുത്തിരിക്കുന്നത്? 10 എന്നല്ലേ? അപ്പൊ 2 into 10 plus 1 എന്ന് കിട്ടും. 2 into 10 എത്ര? 20. 20 plus 1 എന്ത് തന്നെ കിട്ടും? 21 തന്നെ കിട്ടും. അപ്പൊ നമ്മൾ ആദ്യമേ എഴുതിയ ആ ഒരു സംഖ്യാപാഠത്തിന്റെ ജനറൽ റിസൾട്ട് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് എന്താന്ന് ഇപ്പൊ നമുക്ക് ക്ലിയർ ആയി കഴിഞ്ഞു. നമുക്ക് കുറെ സംഖ്യാപാഠ്യം കാണാം. അതിനെയൊക്കെ നമ്മൾ എന്ത് ഉപയോഗിച്ചിരിക്കാം? ഇങ്ങനെ ഒരു ജനറൽ റിസൾട്ടിലേക്ക് മാറ്റുക. അപ്പൊ ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് 1-2 പ്രോബ്ലം കൂടി ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് എന്ത് ചെയ്യും? ക്ലിയർ ആവും. നമുക്ക് അടുത്ത പ്രോബ്ലങ്ങളിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ചാപ്റ്ററിന് ഒരു ഇൻട്രൊഡക്ഷൻ കൂടി കിട്ടിയല്ലോ. നമുക്ക് അതിനകത്ത് ചാപ്റ്റർ നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞത്. നമുക്ക് ഇനി എന്തിലേക്ക് കടക്കാൻ പോവാ? നമ്മുടെ മെയിൻ ചാപ്റ്ററിന്റെ കണ്ടന്റുകളിലേക്ക് കടക്കാൻ പോവാം. അപ്പൊ നമുക്ക് ആദ്യമേ നമ്പർ തിയറി അഥവാ സംഖ്യാ തത്വങ്ങളെ പറ്റി പറയാം. എന്താ നമ്പർ തിയറി അഥവാ സംഖ്യാ തത്വങ്ങൾ? ഇപ്പൊ നമുക്കറിയാം, ഏതൊരു സംഖ്യയോടൊപ്പവും 0 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് തന്നെ ആയിരിക്കും കിട്ടുന്നത്? ഏതൊരു സംഖ്യയോടൊപ്പവും 0 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് സംഖ്യ തന്നെ കിട്ടും? ആ ഒരു സംഖ്യ തന്നെ കിട്ടും അല്ലെ? 1 അധികം 0 എന്തെന്നാ കിട്ടുന്നത്? 1 തന്നെ അല്ലേ? 2 അധികം 0 എന്തെന്നാ കിട്ടുന്നത്? 2 തന്നെ അല്ലേ? അതായത് ഏതൊരു സംഖ്യയോടൊപ്പം, ഏതൊരു എണ്ണൽ സംഖ്യയോടൊപ്പം 0 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് തന്നെ ആയിരിക്കും കിട്ടുന്നത്? ആ സംഖ്യ തന്നെ ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ നമുക്ക് അക്ഷരങ്ങൾ അഥവാ ചരങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഈ റിസൾട്ടിനെ നമുക്ക് എഴുതാം. എങ്ങനെ എഴുതാം? എനിക്ക് സംഖ്യ ഏതെന്ന് അറിയില്ല. ഞാൻ ആ സംഖ്യ എന്തെന്ന് എടുത്തു? എക്സ് എന്ന് വിളിച്ചു. എന്ത് വിളിച്ചു? എക്സ് എന്ന് സംഖ്യ വിളിച്ചു. എക്സ് എന്ന് പറഞ്ഞാൽ ഏതൊരു സംഖ്യ, അതേപോലെ 1 ആവാം, 2 ആവാം, 3 ആവാം, ഏത് സംഖ്യ വേണമെങ്കിലും ആവാം. അപ്പൊ നമ്മൾ ഈ റിസൾട്ടിനെ നമ്മൾ എങ്ങനെ എഴുതാം? എക്സ് അധികം 0 എപ്പോഴും എന്ത് തന്നെ ആയിരിക്കും? എക്സ് തന്നെ ആയിരിക്കും. അപ്പൊ അതാണ് നമ്മുടെ ആ ഒരു ജനറൽ റിസൾട്ട് എന്ന് പറയുന്നത്. എക്സിന്റെ വില ഏത് സംഖ്യയാണ് എങ്കിലും അതിനോടൊപ്പം 0 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് തന്നെ കിട്ടും?
എക്സ് തന്നെ കിട്ടും. അതാണ് നമ്മുടെ ആദ്യത്തെ സംഖ്യാ നിയമം. അപ്പൊ അത് പഠിച്ചു വെക്കാലോ. അതായത് എന്താ പറയുന്നത്, ഏതൊരു എണ്ണൽ സംഖ്യയോടൊപ്പവും 0 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് തന്നെ ആയിരിക്കും കിട്ടുന്നത്, ആ സംഖ്യ തന്നെയായിരിക്കും കിട്ടുന്നത്. ഇനി തൊട്ടടുത്ത രണ്ടാമത്തെ ഇതിലേക്ക് പോവുകയാണ്. എക്സും വൈയും രണ്ട് വ്യത്യസ്ത സംഖ്യകൾ. എന്താ, എക്സും വൈയും രണ്ട് വ്യത്യസ്ത സംഖ്യകൾ. എക്സിനോടൊപ്പം വൈ കൂട്ടുന്നതും വൈയോടൊപ്പം എക്സ് കൂട്ടുന്നതും എന്ത് തന്നെ ആയിരിക്കും, സെയിം തന്നെ ആയിരിക്കും. നമുക്കിത് പാടുണ്ടോ, 4 + 5. ഞാൻ രണ്ട് സംഖ്യകളായിട്ട് എടുക്കുന്ന ഏതൊക്കെയാ, 4ഉം 5ഉമാണ് രണ്ട് സംഖ്യകളായിട്ട് എടുക്കുന്നത്. അപ്പൊ 4 + 5 തന്നെ അല്ലേ 5 + 4 എന്ന് പറയുന്നത്. അതായത് 4നോടൊപ്പം 5 കൂട്ടുന്നതും 4നോടൊപ്പം 5 കൂട്ടുന്നതും 5നോടൊപ്പം 4 കൂട്ടുന്നത് എന്തിന് തുല്യ, 9ന് തുല്യ. അപ്പൊ അതാണ് നമ്മൾ ഈ റിസൾട്ട് പറയുന്നത്. എക്സും വൈയും ഏത് രണ്ട് സംഖ്യകളാണ് എങ്കിലും എക്സിനോടൊപ്പം വൈ കൂട്ടുന്നതും വൈയോടൊപ്പം എക്സ് കൂട്ടുന്നത് എന്ത് തന്നെ ആയിരിക്കും, സെയിം തന്നെ ആയിരിക്കും. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതാം, ജനറലി എക്സ് പ്ലസ് വൈ ഈക്വൽ ടു വൈ പ്ലസ് എക്സ് ഫോർ ഓൾ എക്സ് കോമ വൈ എന്ന് എഴുതാം. അതും ക്ലിയർ ആണല്ലോ. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ആദ്യമേ പഠിക്കാൻ പോകുന്നത്. അടുത്തത് എക്സ് വൈ. അപ്പൊ ഈ രണ്ടും ക്ലിയർ അല്ലേ. അപ്പൊ ഈ രണ്ടും നല്ല രീതിയിൽ പഠിച്ചു വെച്ചോണം. നമുക്ക് ചിലപ്പോ എക്സാമിനൊക്കെ നമുക്ക് വിട്ട ഭാഗം പൂരിപ്പിക്കാനൊക്കെ ചിലപ്പോൾ എന്ത് ചോദിക്കാം, ഈ ഒരു സെക്ഷനിൽ 1 മാർക്കിനോ 2 മാർക്കിനോ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള റിസൾട്ടുകൾ എന്ത് ചെയ്യുക, നല്ല രീതിക്ക് മനസ്സിലാക്കി വെക്കണം. ഇനി അടുത്ത വർണ്ണത്തിലേക്ക് പോകാം. എക്സും വൈയും കൂടി ഞാൻ കൂട്ടുന്നു. എന്ത് ചെയ്യുന്നു, എക്സും വൈയും കൂടെ ഞാൻ കൂട്ടുന്നു. അതിനെ എന്തുകൊണ്ട് ഗുണിക്കുന്നു, 2 കൊണ്ട് ഗുണിക്കുന്നു. എക്സും വൈയും കൂട്ടിയതിനു ശേഷം നമ്മൾ കിട്ടുന്ന റിസൾട്ടിനെ എന്തുകൊണ്ട് ഗുണിക്കുന്നു, 2 കൊണ്ട് ഗുണിക്കുന്നു. എന്നത് എന്തിനു തുല്യമാണ്, നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഒരു എക്സാമ്പിൾ എടുത്തൊന്ന് ചെയ്തു നോക്കാം. ഞാൻ എക്സും വൈയും എടുക്കുന്നത് 4, 5. എക്സ് ആയിട്ട് എന്തിനെ എടുത്തു, 4 എടുത്തു. വൈ ആയിട്ട് എന്തിനെ എടുത്തു, 5 എടുത്തു. അപ്പൊ ഞാൻ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 4 + 5 ഈക്വൽ എന്തെന്ന് കിട്ടും, 9 കിട്ടുമല്ലോ. ഇപ്പൊ ഞാൻ ഇവിടെ എന്താ പറയുന്നത്, ആദ്യമേ എക്സ് പ്ലസ് വൈ കണ്ടുപിടിക്കുക, അതിനെ എന്തുകൊണ്ട് ഗുണിക്കുക, 2 കൊണ്ട് ഗുണിക്കുക. അപ്പോ എന്ത് കിട്ടും, 2 × x + y എന്നുള്ളത് 2 × 9 ഈക്വൽ എന്തെന്ന് കിട്ടും, 18 എന്ന് കിട്ടത്തില്ലേ. എന്ത് കിട്ടും, 18 എന്ന് കിട്ടുമല്ലോ. ഇനി നോക്കിയേ, ഞാൻ ആദ്യമേ 2 × x കണ്ടുപിടിച്ചു. അല്ല സോറി, 2 × 5 കണ്ടുപിടിച്ചു. 2 × 5 എത്ര കിട്ടും, 10 കിട്ടുമല്ലോ. 10 അല്ലേ കിട്ടുന്നത്. അതായത് 2 × 4 കണ്ടുപിടിച്ചു. 2 × 4 എത്ര കിട്ടും, 8 കിട്ടുമല്ലോ. ഇനി ഇത് രണ്ടും കൂടെ കൂട്ടിയേ, 10 + 8 എത്ര തന്നെ കിട്ടും, 18 തന്നെ കിട്ടത്തില്ലേ. അപ്പൊ ഈ റിസൾട്ടും സെയിം അല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്തത്, ആദ്യമേ 2നെ 5 കൊണ്ട് ഗുണിച്ചു, രണ്ടാമത് 2നെ 4 കൊണ്ട് ഗുണിച്ചു. എന്നിട്ട് അത് രണ്ടും കൂടെ കൂട്ടി. അത് രണ്ടും കൂടെ കൂട്ടിയപ്പോൾ എന്ത് തന്നെ കിട്ടി, 18 തന്നെ കിട്ടി. അപ്പൊ നമ്മൾ ജനറലി എന്ത് പറയാം, 2 × x + y എന്ന് പറയുന്നത് എന്തിനു തുല്യമാണ്, 2x + 2y തുല്യമാണ് എന്ന് പറയാം. അതായത് x + y കണ്ടതിന് ശേഷം അതിനെ 2 കൊണ്ട് ഗുണിക്കുന്നത് എന്തിനു തുല്യമാണ്, ആദ്യമേ 2 കൊണ്ട് x നെ ഗുണിച്ചു, രണ്ടാമത് 2 കൊണ്ട് y യെ ഗുണിച്ചു. ആ രണ്ട് റിസൾട്ടും കൂടെ ആഡ് ചെയ്യുന്നതിന് തുല്യമാണ്. അപ്പൊ ഓക്കെ ആണല്ലോ. നമ്മൾ 3 കാര്യങ്ങളായി ഇപ്പം പഠിച്ചത്. ഏതൊരു എണ്ണൽ സംഖ്യയോടൊപ്പവും എന്ത് കൂട്ടിക്കഴിഞ്ഞാൽ 0 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് തന്നെ കിട്ടും, ആ ഒരു സംഖ്യ തന്നെ കിട്ടും. അത് നമ്മൾ ആദ്യം പഠിച്ചു. പിന്നെ രണ്ട് വ്യത്യസ്ത സംഖ്യകൾ, എക്സും വൈയും രണ്ട് വ്യത്യസ്ത സംഖ്യകളാണ് എങ്കിൽ എക്സിനോടൊപ്പം വൈ കൂട്ടുന്നതും വൈയോടൊപ്പം എക്സ് കൂട്ടുന്നതും എന്താണെന്ന് പഠിച്ചു, തുല്യമാണെന്ന് പഠിച്ചു. ഇപ്പൊ ഇവിടെ എന്താ പഠിച്ചിരിക്കുന്നത്, ആദ്യമേ x + y കണ്ടുപിടിച്ചു, അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്തിനു തുല്യമാണ്, ഓരോ സംഖ്യയെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം, അതാണ് ഇവിടെ പറയുന്നത്, എക്സിനെ ആദ്യം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, വൈയെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നതിന് തുല്യമായിരിക്കും. അപ്പൊ ഇത്രയും ഓക്കെ ആണല്ലോ. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് സംഖ്യാ തത്വം അഥവാ നമ്പർ തിയറിയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് എന്തിനു വേണ്ടിയാണ് നമ്മൾ പഠിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് പ്രോബ്ലം ചെയ്യാൻ വേണ്ടി, നമുക്ക് ഇനി അങ്ങോട്ട് വരുമ്പോൾ നമുക്ക് കണക്കുകൾ ചെയ്യാൻ വരും. ആ കണക്കുകൾ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ റിസൾട്ട് എളുപ്പം കിട്ടാൻ വേണ്ടി നമുക്ക് ഈ റിസൾട്ടുകളെല്ലാം നമുക്ക് അവിടെ ഉപയോഗിക്കുകയും ചെയ്യും.
അപ്പൊ ഈ റിസൾട്ടുകളെല്ലാം എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പഠിച്ചു തന്നെ പോകണം. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാവും എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ പഠിച്ചത് എന്ന് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ പ്രോബ്ലത്തിലേക്ക് എത്തുകയാണ് എങ്കിൽ ഞാൻ അപ്പോഴൊന്നും കൂടി പറഞ്ഞു തരാം. നീ തോന്നില്ല ഇന്ന് കുറച്ചും കൂടെ പഠിക്കാനുണ്ട്. കുറച്ചും കൂടെ പഠിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് എന്തിലേക്ക് വരത്തുള്ളൂ, പ്രോബ്ലം ചെയ്ത് തുടങ്ങാൻ പറയത്തുള്ളൂ. അപ്പൊ നമുക്ക് ആ ഒരു സമയത്ത് ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം. അപ്പൊ ഇത്രയും ഓക്കെ ആണല്ലോ. അപ്പൊ ഇതുവരെ ഒന്ന് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ രേഖപ്പെടുത്തി വെക്കാം. അപ്പൊ നമുക്ക് ആദ്യം ഒരു കണക്കിലേക്ക് പോവാം. നമുക്ക് ഇത്രയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കുറച്ച് കാര്യങ്ങൾ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തു. നമുക്കിനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുമോ, നമുക്കൊരു റിലേഷൻ തന്നിരിക്കും, ഒരു ബന്ധം തന്നിരിക്കും. ആ ബന്ധത്തെ നമ്മൾ എന്ത് രൂപത്തിലേക്ക് മാറ്റണം, ബീജഗണിത രൂപത്തിലേക്ക്, അഥവാ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ യൂസിങ് ലെറ്റേഴ്സ്. നമുക്ക് അറിയാത്ത കാര്യങ്ങളെ എക്സ് വൈ അങ്ങനെയുള്ള ചരങ്ങൾ ഉപയോഗിച്ച് എഴുതാൻ നമ്മൾ കൊച്ചു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടല്ലോ, അത് ഉപയോഗിച്ച് നമ്മൾ എക്സ്പ്രസ് ചെയ്യണം. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കണക്കിലേക്ക് പോകാം. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 39 ഒരു പ്രോബ്ലം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് കുറച്ച് ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ഒരു 7-8 ചെയ്യാൻ പറയുന്നുണ്ട്. അതിനകത്ത് 1-2 ഞാൻ ചെയ്യിപ്പിക്കും. ബാക്കിയുള്ള എന്ത് ചെയ്യുക, സ്വന്തമായി നിങ്ങൾ വീട്ടിൽ വെച്ച് ഹോംവർക്കായിട്ട് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് അറിയിച്ചാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പൊ നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അപ്പൊ നോക്കി, ക്വസ്റ്റ്യൻ ഇതാണ്: താഴെ തന്നിരിക്കുന്ന ബന്ധങ്ങളെ ബീജഗണിത രീതിയിൽ എഴുതുക. ഞാൻ ഇംഗ്ലീഷിലും മലയാളത്തിലും പ്രത്യേക ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇംഗ്ലീഷിൽ അങ്ങനെ ക്വസ്റ്റ്യൻ പറയുന്നത്: റൈറ്റ് ദി ഫോളോയിങ് റിലേഷൻ ആസ് ആൾജിബ്രായിക് എക്സ്പ്രഷൻ യൂസിങ് ലെറ്റേഴ്സ്. അപ്പൊ ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. നമുക്ക് ബന്ധങ്ങൾ നമുക്ക് വേടി തന്നേക്കുക. നമുക്കൊരു ബന്ധം ഇങ്ങനെ എഴുതിയേക്കുക. ആ ബന്ധങ്ങളെ നമുക്ക് എന്തുപയോഗിച്ച് എക്സ്പ്രസ് ചെയ്യണം? അതാണ് പറയുന്നത്: റൈറ്റ് ദി ഫോളോയിങ് റിലേഷൻ ആസ് ആൾജിബ്രായിക് എക്സ്പ്രഷൻ യൂസിങ് ലെറ്റേഴ്സ്. നമുക്ക് തന്നിരിക്കുന്ന ബന്ധങ്ങളെ നമുക്ക് എന്ത് ബീജഗണിത രൂപത്തിൽ അക്ഷരങ്ങൾ ഉപയോഗിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കിയേ, ആദ്യമേ തന്നിരിക്കുന്ന ബന്ധം എന്താ? ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഒരു സംഖ്യയും അതിനോട് 2 കൂട്ടിയ സംഖ്യയും തമ്മിൽ കൂട്ടുക. അതിനുള്ള ബീജഗണിത വാക്യം എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു സംഖ്യയും അതിനോട് 2 കൂട്ടിയ സംഖ്യയും തമ്മിൽ കൂട്ടുക. എന്താ ക്വസ്റ്റ്യൻ? ആഡ് ടു എ നമ്പർ 2 മോർ ദാൻ ദി നമ്പർ. അതായത് ഒരു നമ്പറിനോടൊപ്പം അതിനേക്കാൾ 2 കൂടുതലായ നമ്പർ ആഡ് ചെയ്യണം. അപ്പോൾ ആ ഒരു ബന്ധത്തെ നമ്മൾ എന്തുപയോഗിച്ച് എഴുതണം? ബീജഗണിത രൂപത്തിൽ അഥവാ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ആയിട്ട് മാറ്റണം. അപ്പൊ നമുക്ക് അറിയാത്ത, നമുക്ക് ഏതാണ് അവിടുത്തെ നമ്പർ എന്ന് നമുക്ക് അറിയാമോ? ഏതോ ഒരു നമ്പർ, ആ നമ്പറിനോടൊപ്പം അതിനേക്കാളും 2 കൂടുതലായ നമ്പർ കൂട്ടാനല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നിരിക്കുന്ന നമ്പർ ഏതാണെന്ന് അറിയാമോ? ഇല്ല. അപ്പൊ ആ നമ്പറിനെ എന്തെന്ന് വിളിച്ചു? എക്സ് എന്ന് വിളിച്ചു. അപ്പൊ മലയാളം വീഡിയോ ഇങ്ങോട്ട് നോക്കിയാൽ മതി, ആൻസർ രണ്ടിനും സെയിം തന്നെ. അപ്പൊ എക്സ് വൈ തുടങ്ങിയ ചരങ്ങളാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ശ്രദ്ധിച്ചു പോയാൽ മതി മലയാളം വീഡിയോ. അപ്പൊ എക്സ് എന്ന് ഞാൻ ആദ്യത്തെ നമ്പറിനെ വിളിച്ചു. അത് ക്ലിയർ ആണല്ലോ. ആദ്യത്തെ നമ്പറിനെ എന്ന് വിളിച്ചു? എക്സ് എന്ന് വിളിച്ചു. ആദ്യത്തെ നമ്പർ എക്സ് ആണെങ്കിൽ പിന്നെ എന്താ പറയുന്നത്? ആ നമ്പറിനോടൊപ്പം 2 കൂടുതലുള്ള സംഖ്യ എന്നല്ലേ പറയുന്നത്. അപ്പൊ എക്സ് എന്ന് പറയുന്ന സംഖ്യ ഞാൻ എടുത്തു. അതിനേക്കാളും 2 കൂടുതലുള്ള സംഖ്യ എങ്ങനെ കണ്ടുപിടിക്കാം? ഉദാഹരണത്തിന് ഞാൻ ആദ്യത്തെ സംഖ്യ 5 ആണെന്നിരിക്കട്ടെ. ആദ്യത്തെ സംഖ്യയുടെ അടുത്ത് എത്ര? 5 ആണെന്നിരിക്കട്ടെ. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഈ 5നോടൊപ്പം 5നേക്കാൾ 2 കൂടുതലായ സംഖ്യ വേണം കൂട്ടാൻ. അപ്പൊ 5നേക്കാൾ 2 കൂടുതൽ ഏതാ? 7 അല്ലേ? അതെങ്ങനെ കിട്ടി? 5 + 2 അല്ലേ? അപ്പൊ ഈ 2 സംഖ്യകൾ തമ്മിൽ കൂട്ടണം. ഇതാണ് നമ്മളുടെ ബന്ധം പറയുന്നത്. അപ്പൊ നോക്കി, ആദ്യത്തെ സംഖ്യ എക്സ്. എക്സിനോടൊപ്പം എന്ത് കൂട്ടണം? അപ്പോ x+2 കൂട്ടണം. എക്സ് എന്ന് പറയുന്ന സംഖ്യ എക്സിനേക്കാളും 2 കൂടുതലുള്ള സംഖ്യ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? എക്സിനോടൊപ്പം 2 കൂട്ടിയാൽ മതി. അപ്പൊ ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് തീർന്നോ? ഇങ്ങനെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ടില്ല. നമ്മളുടെ പറയുന്നത് ഈ 2 സംഖ്യകൾ തമ്മിൽ കൂട്ടാനാ പറഞ്ഞേക്കുന്നത്. എക്സും എക്സിനോടൊപ്പം 2 കൂടുതലായ സംഖ്യ, അതായത് x+2, ഇത് 2 കൂടി കൂട്ടാനാ പറഞ്ഞത്. ഇവിടെ നോക്കി, ഒരു എക്സ് അധികം ഒരു എക്സ് എത്രയായിട്ട് മാറും? 1x + 1x. ഒരു എക്സിനോടൊപ്പം ഒരു എക്സും കൂടി കൂട്ടുക, എന്ത് കിട്ടും? 2x എന്നല്ലേ കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. അതിനോട് പിന്നെ എന്തുണ്ട്? സംഖ്യ എന്തുണ്ട്? 2 ഉണ്ട്. അപ്പൊ നമ്മുടെ ബീജഗണിത രൂപം അഥവാ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ഏതാ? 2x + 2 എന്ന് എഴുതാം. ആദ്യത്തെ സംഖ്യ എക്സ്, രണ്ടാമത്തെ സംഖ്യ x+2. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് സിംപ്ലി 2x + 2 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മളുടെ ഈ ഒരു ക്വസ്റ്റ്യന്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എന്താന്ന് കിട്ടി? 2x + 2 എന്ന് കിട്ടി. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ. അപ്പൊ ഇതൊന്ന് നോക്കി മനസ്സിലാക്കുക. തൊട്ടടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. അപ്പൊ നമുക്ക് അതിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാ: ഒരു സംഖ്യയോട് 1 കൂട്ടി
2 കുറയ്ക്കുക. അതായത് ഏതോ ഒരു സംഖ്യ, ആ സംഖ്യയോടൊപ്പം ആദ്യം എന്ത് കൂട്ടണം? 1 കൂട്ടണം, പിന്നീട് എന്ത് കുറയ്ക്കണം? 2 കുറയ്ക്കണം. ക്വസ്റ്റ്യൻ എന്താ? ആഡ് 1 to a number and then subtract 2. അതായത് ഏതോ ഒരു സംഖ്യ അതിനോടൊപ്പം 1 ആദ്യം കൂട്ടണം, പിന്നെ ആ കിട്ടുന്ന റിസൾട്ടിൽ നിന്ന് എന്ത് കുറയ്ക്കണം? 2 കുറയ്ക്കണം. ഒരു സംഖ്യയോട് നമുക്ക് ഉദാഹരണം ചെയ്ത് നോക്കാം. ആദ്യത്തെ സംഖ്യ ഞാൻ 5 എടുത്തു. ആദ്യത്തെ സംഖ്യ 5 എടുത്തു. ആദ്യം എന്താ പറയുന്നത്? ആ സംഖ്യയിൽ നിന്ന് എന്ത് കുറയ്ക്കണം? 1 കുറയ്ക്കണം ആണല്ലോ പറയുന്നത്. സോറി, 1 ആഡ് ചെയ്യണം ആണല്ലോ. 1 കൂട്ടണം. അപ്പൊ 5നോടൊപ്പം എന്ത് കൂട്ടാം? 1 കൂട്ടാലോ. അപ്പൊ ആദ്യമേ ചെയ്ത ഇതായതുകൊണ്ട് നമ്മൾ അവിടെ എന്ത് കൊടുക്കുന്നു? ഒരു ബ്രാക്കറ്റ് കൊടുക്കും. അപ്പൊ ഇതിന്റെ റിസൾട്ട് 5 + 1 = 6 എന്ന് കിട്ടും. അപ്പൊ നമ്മൾ ആ റിസൾട്ട് അവിടെ എഴുതണമെന്നില്ല. പിന്നീട് രണ്ടാമത് എന്താ ചെയ്യുന്നത്? ഈ കിട്ടിയ ആൻസറിൽ നിന്ന് എന്ത് കുറയ്ക്കണം? 2 സബ്സ്ട്രാക്ട് ചെയ്യണം. എന്ത് ചെയ്യണം? 2 കുറയ്ക്കണം. അപ്പൊ എന്ത് ചെയ്യാം? ഈ കിട്ടിയ ആൻസറിൽ നിന്ന് 2 കുറയ്ക്കാലോ. അപ്പൊ ഈ തന്നിരിക്കുന്നതിനെ നമ്മൾ ഏത് രൂപത്തിലേക്ക് മാറ്റണം? ബീജഗണിത രൂപം അഥവാ ആൾജിബ്രായിക് എക്സ്പ്രഷനിലേക്ക് മാറ്റണം. അപ്പൊ നമുക്ക് ഇവിടെ ഞാൻ 5 എന്നൊരു സംഖ്യ ഞാൻ ചൂസ് ചെയ്ത, ഏതോ ഒരു സംഖ്യ ചൂസ് ചെയ്ത. അപ്പൊ എനിക്ക് ഏത് സംഖ്യ ചൂസ് ചെയ്യേണ്ടതെന്ന് ആദ്യമേ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ നമുക്ക് അതിനെ എന്തുകൊണ്ട് ഡിനോട്ട് ചെയ്യാം? എക്സ് എന്ന വേരിയബിൾ, എക്സ് എന്ന് പറഞ്ഞ ചരം ഉപയോഗിച്ച് ഡിനോട്ട് ചെയ്യാലോ. അപ്പൊ ആ സംഖ്യ ഞാൻ എന്തെന്ന് വിളിച്ചു? എക്സ് എന്ന് വിളിച്ചു. എക്സിനോടൊപ്പം എന്ത് കൂട്ടണം? ആദ്യം 1 കൂട്ടണം. അതുകൊണ്ട് ഞാൻ എന്തിനകത്ത് എഴുതി? ബ്രാക്കറ്റിനകത്ത് എഴുതി. അപ്പൊ എന്തെന്ന് കിട്ടി? ആദ്യത്തെ സ്റ്റെപ്പ് x+1 എന്ന് കിട്ടി. ഈ കിട്ടിയ റിസൾട്ടിൽ നിന്ന് എന്ത് കുറയ്ക്കണം? 2 കുറയ്ക്കണം. അപ്പൊ നമ്മുടെ ഈ ഒരു ബന്ധത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബീജഗണിത രൂപം ഏതാ? ആൾജിബ്രായിക് എക്സ്പ്രഷൻ ഏതാ? x+1 - 2. അതായത് എക്സിനോടൊപ്പം ആദ്യം 1 കൂട്ടുക, ആ കിട്ടുന്ന റിസൾട്ടിൽ നിന്ന് എന്ത് കുറയ്ക്കണം? 2 കുറയ്ക്കുക. അപ്പൊ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മുടെ മെയിൻ പ്രോബ്ലം എന്താ തന്നിരിക്കുന്നത്? നമ്മുടെ മെയിൻ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഈ ബന്ധങ്ങൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് എഴുതണം? ആൾജിബ്രായിക് എക്സ്പ്രഷൻ അഥവാ ബീജഗണിത രൂപമായിട്ട് എഴുതണം. അപ്പൊ നമുക്ക് 2 കണക്ക് നമ്മൾ ചെയ്തു. നമ്മൾ ഈ ഒരു കണക്ക് കൂടെ ചെയ്തിട്ട് ഈ ഒരു സെക്ഷൻ, ഈ ഒരു പ്രോബ്ലം നമ്മൾ നിർത്തുവാണ്. ഇത് മാത്രമല്ല, ഇതിനകത്ത് ഒരു 8ഓളം പ്രോബ്ലം ഇനി ചെയ്യാനുണ്ട്. അത് എന്ത് ചെയ്യുക? സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കണം. കാര്യം നമ്മൾ ഈ ഒരു 3 കണക്ക് ചെയ്ത് അതേ മെത്തേഡ് തന്നെ ഇനി അങ്ങോട്ട് വരുന്നത്. അപ്പൊ അത് സ്വന്തമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് അർത്ഥം. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് ഈ അടുത്ത 3ാമത്തെ കണക്കിലേക്ക് പോവാം. 3ാമത്തെ കണക്ക് എന്താ പറയുന്നത്? ഒരു സംഖ്യയിൽ നിന്ന് മറ്റൊരു സംഖ്യ കുറച്ച സംഖ്യയുടെ 2 മടങ്ങ് കൂട്ടുക. ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ വായിച്ചു നോക്കാം. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഒരു സംഖ്യയിൽ നിന്ന് മറ്റൊരു സംഖ്യ കുറച്ച സംഖ്യയുടെ 2 മടങ്ങ് കൂട്ടുക. അയച്ചേ, ഫ്രം എ നമ്പർ സബ്സ്ട്രാക്ട് അനദർ നമ്പർ. ഒരു സംഖ്യയിൽ നിന്ന് മറ്റൊരു സംഖ്യ കുറയ്ക്കുക. ആൻഡ് ദെൻ ആഡ് twice the subtracted number. പിന്നെ എന്ത് ചെയ്യുക? നമ്മൾ കുറച്ച സംഖ്യയുടെ 2 മടങ്ങ് നമുക്ക് ആദ്യം കിട്ടിയ റിസൾട്ടിൽ നിന്ന് എന്ത് ചെയ്യുക? സബ്സ്ട്രാക്ട് ചെയ്യുക എന്നാണല്ലോ പറയുന്നത്. അപ്പൊ നമുക്കിവിടെ 2 സംഖ്യകളുടെയും കാര്യം നമുക്ക് അറിയണം. അപ്പൊ അറിയാനുള്ള സംഖ്യയെ നമുക്ക് എന്തെന്ന് വിളിക്കാം? എക്സ് എന്നും വൈ എന്നും വിളിക്കാം. ആദ്യത്തെ സംഖ്യ എക്സ് എന്ന് വിളിച്ചു, രണ്ടാമത്തെ സംഖ്യ എന്തെന്ന് വിളിച്ചു? വൈ എന്ന് വിളിച്ചു. അപ്പോ ആദ്യം എന്താ പറയുന്നത്? ഒരു സംഖ്യയിൽ നിന്ന് മറ്റൊരു സംഖ്യ കുറയ്ക്കാൻ അല്ലേ പറയുന്നത്? ഫ്രം എ നമ്പർ സബ്സ്ട്രാക്ട് അനദർ നമ്പർ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ എക്സിൽ നിന്ന് വൈ കുറയ്ക്കുന്നു. എന്ത് കുറച്ചു? എക്സിൽ നിന്ന് എന്ത് കുറച്ചു? വൈ കുറച്ചു. അപ്പൊ അതിന്റെ എക്സ്പ്രഷൻ ഇങ്ങനെ എഴുതാലോ, എക്സ് മൈനസ് വൈ എന്ന് എഴുതാലോ. നമ്മൾ ആദ്യത്തെ സംഖ്യ 7ഉം രണ്ടാമത്തെ സംഖ്യ 5ഉം ആണെന്നുണ്ടെങ്കിൽ 7 - 5 അതാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് സംഖ്യ ഏതൊക്കെയാന്ന് അറിയാത്തതുകൊണ്ട് നമ്മൾ അതിനെ ചരങ്ങൾ അഥവാ വേരിയബിൾ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്തേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എക്സും വൈ എന്നും കിട്ടി, എക്സ് മൈനസ് വൈ എന്ന് കിട്ടി. ഇനി എന്താ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ആഡ് ദെൻ ആഡ് ട്വൈസ് ദി സബ്ട്രാക്റ്റഡ് നമ്പർ. എന്ത് ചെയ്യണം? കുറച്ച സംഖ്യയുടെ 2 മടങ്ങ് എന്ത് ചെയ്യണം? ഇത് ഏത് സംഖ്യയാണ് ഇവിടെ കുറച്ചേക്കുന്നത്? എക്സിൽ നിന്ന് വൈ അല്ലേ കുറച്ചേക്കുന്നത്. അപ്പൊ ഇവിടെ കുറച്ച സംഖ്യ വൈ ആണ്. അതിന്റെ 2 മടങ്ങ് എന്ന് പറയുമ്പോൾ 2 × y അല്ലേ? അതിന്റെ 2 മടങ്ങ്, അതായത് 2y അല്ലേ? അത് ഇതിനോടൊപ്പം എന്ത് ചെയ്യണം? ആഡ് ചെയ്യാനാ പറഞ്ഞത്. ആഡ് ചെയ്യാന്ന് വെച്ചാൽ +2y. അപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ അഥവാ എന്ത് ബീജഗണിത സമവാക്യം, ബീജഗണിത രൂപം എന്ത് കിട്ടും? x - y + 2y എന്ന് കിട്ടും. അതായത് ഒരു സംഖ്യ എക്സിൽ നിന്ന് y കുറച്ചു,
കുറച്ച സംഖ്യയുടെ 2 മടങ്ങ് എന്ത് ചെയ്തു കൂട്ടി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? x മൈനസ് വൈ പ്ലസ് 2y എന്ന് കിട്ടി. അപ്പൊ നമ്മൾ ഈ 3 കണക്ക് നമ്മൾ ഇവിടെ നിർത്തുവാണ്. 3 കണക്ക് മാത്രമല്ല, ഇതിനൊരു 5-6 കണക്കുകൾ അവിടെ ഉണ്ട്. അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കണം. ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ നല്ല രീതിക്ക് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ ഒരു രീതിയിലേക്ക് വരാൻ. അഡിഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, കൂട്ടുക, കുറയ്ക്കുക, ഗുണിക്കുക, ഹരിക്കുക, ഈ ഒരു 4 ഓപ്പറേഷൻ മാത്രമേ അവിടെ വരത്തുള്ളൂ. അപ്പൊ അതങ്ങോട്ടും ഇങ്ങോട്ട് എങ്ങനെയാ വരുന്നതെന്നുള്ള ബന്ധം മനസ്സിലാക്കി നമ്മൾ അതിനെ എന്ത് ചെയ്താൽ മതി, അറേഞ്ച് ചെയ്ത് എഴുതിയാൽ മാത്രം മതി. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ ആണല്ലോ? അപ്പൊ ഈ ഒരു സെക്ഷനോട് കൂടി നമുക്ക് ഇന്ന് എന്ത് ചെയ്യാം, ക്ലാസ് അവസാനിപ്പിക്കാം. അപ്പൊ നമ്മൾ ഈ ക്ലാസ്സിൽ എന്തൊക്കെയാ പഠിച്ചത്? നമ്മൾ ചാപ്റ്ററിന്റെ പേരെന്തായിരുന്നു? അൺചേഞ്ചിങ് റിലേഷൻ, അഥവാ മാറുന്ന സംഖ്യകളും മാറാത്ത ബന്ധങ്ങളും. ഇവിടെ നോക്കി, സംഖ്യകൾ ഇവിടെയൊക്കെ മാറും. നമുക്ക് ഇതൊരു റിലേഷനാണ്. എക്സ് മൈനസ് വൈ പ്ലസ് 2y എന്ന് പറയുന്ന ഒരു റിലേഷനാണ് ഇവിടെ തന്നേക്കുന്നത്. ഇവിടെ സംഖ്യയുടെ വില മാറാം, എക്സിന്റെയും വൈയുടെയും ഒക്കെ വില അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. പക്ഷെ നമുക്ക് ഇതിന്റെ ഫൈനൽ റിസൾട്ട് മാറുമോ? ഒരിക്കലുമില്ല. അപ്പൊ എക്സ് മൈനസ് വൈ പ്ലസ് 2y, അപ്പൊ എക്സിന്റെയും വൈയുടെയും വില മാറും, അത് സംഖ്യകൾ മാറും. പക്ഷെ ഈ ബന്ധം എപ്പോഴും എന്തായിരിക്കും? സെയിം തന്നെ ആയിരിക്കും, മാറാത്ത ബന്ധവും. അപ്പൊ ഇതിനെ പറ്റിയാണ് നമ്മൾ പഠിച്ചു തുടങ്ങിയത്. നമ്മൾ മെയിൻ സെക്ഷനിലേക്ക് ഇനി വരുന്നതേ ഉള്ളൂ, ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലങ്ങളിലേക്ക് വരുന്നതേ ഉള്ളൂ. അപ്പൊ ഇത്രയും കാര്യം നല്ല രീതിക്ക് നോക്കി മനസ്സിലാക്കി വെക്കുക. പ്രോബ്ലം വരുമ്പോ നമുക്ക് എന്തിനാണ് ഈ റിലേഷൻ ഒക്കെ എടുത്തതെന്നുള്ള കാര്യം അപ്പൊ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇത്രയും ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് ക്ലാസ് ഇന്ന് ഇവിടെ നിർത്താം. അടുത്ത ക്ലാസ്സിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇത്രയും സെക്ഷൻ നല്ല രീതിക്ക് ടെക്സ്റ്റ് വായിക്കണം. കാര്യം ഇതിനകത്ത് ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും നമ്മൾ വേണ്ടത് ടെക്സ്റ്റിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ വായിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കാനുള്ള ഒരു കഴിവാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ഈ ഒരു സെക്ഷൻ വരെയുള്ള കണ്ടന്റുകളെല്ലാം ടെക്സ്റ്റ് നോക്കി നല്ല രീതിക്ക് മനസ്സിരുത്തി വായിച്ച് സ്വന്തമായി മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഓക്കെ ആണല്ലോ? അപ്പോ ക്ലാസ് അവസാനിച്ചു.